നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ആയിക്കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എവിടെ നിന്നില്ലാത്തൊരു ആശ്വാസം കണ്ടുകൊണ്ട് ഒന്ന് ഞങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കണമോ കരയണമോ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരിനകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കടഭാരം നമ്മുടെ മുമ്പിൽ ചുറ്റിപ്പറ്റുന്നെങ്കിൽ ഇന്നൊരു തീരുമാനം, ഇനി ഞാനൊരു ലോൺ എടുക്കുകയില്ല, ഉള്ളതിന് ഞാൻ തീർക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു നിന്നോ. ഇതൊരു വലിയ പദ്ധതിക്ക് വേണ്ടി തന്നെ ദൈവം ആനയിക്കുന്നു. ആരെങ്കിലും കടഭാരത്തിന്റെ നിൽക്കുന്നെങ്കിൽ ഓർത്തോ, ഒന്നും 8 വട്ടോ തിരിയാൻ വയ്യാതെ നിൽക്കുന്നെങ്കിൽ ഓർത്തോ, വേറെ ഒന്നുമല്ല, കടഭാരം നിന്നെ വിട്ടു പോവാൻ സമയമായി. ഹല്ലേലൂയ. കടഭാരം നിന്നെ വിട്ടു പോവാൻ സമയമായി. ദൈവത്തിലുള്ളത് നീ കേറിയെടുക്കാൻ സമയമായി. രോഗത്താൽ കിടക്കുന്നവർക്ക് എടുത്ത് പ്രാർത്ഥിച്ചോ. രോഗത്താൽ കിടക്കുന്നവർ പ്രാർത്ഥിച്ചോ. ഇപ്പോ എനിക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞോ. ഏറ്റെടുത്ത് പറഞ്ഞോ. സൗഖ്യം എനിക്ക് ദാനമായി തരുന്ന ദൈവമേ എന്ന് വിളിച്ച് സൗഖ്യം. കുഞ്ഞുങ്ങളില്ലാത്തവരില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുള്ളവരുടെ മക്കളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട്. വിളിച്ചോ. ഈശോ, നീയാണ് എല്ലാത്തിന്റെയും വഴി. എന്തൊക്കെയോ ഈശോ ചെയ്യുന്നു. ഒരു നിമിഷം എല്ലാവരും മനസ്സുകളെ ഒന്ന് ഏകാഗ്രപ്പെടുത്തുക. ഇവിടെ ഇപ്പോൾ കീബോർഡ് വരെ സഹോദരൻ നടത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഇതൊരു നിയോഗമാണ് പരിശുദ്ധാത്മാവിലെ. ഒന്ന്, നമ്മുടെ നിരാശകളെ നമ്മളെ മുമ്പിൽ കൊണ്ടുവരാം. നമ്മളെ കടഭാരമായ നിരാശകളെ കൊണ്ടുവരാം, രോഗത്തെ കൊണ്ടുവരാം. ഞങ്ങളെ ജീവിതത്തിൽ വാടക കൊടുക്കാൻ പോലും പറ്റാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരാം. നാളത്തെ എങ്ങനെ ലോണുകൾ അടയ്ക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിനെല്ലാം മുമ്പിൽ കൊണ്ടുവന്നിട്ട് സ്ഥാപനങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം. കച്ചവട സ്ഥാപനങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം. പണി മേഖലകൾ ചെയ്യുന്നതിനെ മുമ്പിൽ കൊണ്ടുവരാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ ശക്തി ഇറങ്ങി സൗഖ്യപ്പെടുത്തണം. ആരോ ഇതിനകത്ത് പറയുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വലതും ഇടത്തും മുമ്പിലും പുറകിലും എനിക്ക് ശത്രുതയായി നിൽക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഒളിച്ചാൽ എന്തെന്ന് ചിന്തിക്കുന്നു. വേണ്ട, ആ ഒരു തീരുമാനമേ വേണ്ട. അവിടെ തന്നെ നീ താമസിക്കണം. ദൈവത്തിന് എന്തോ ആ ഏരിയയിൽ നിന്നിലൂടെ ചെയ്യാനുണ്ട്. അതിനു വേണ്ടി പലതും തലയെടുക്കും. നീ നോക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവം പറയുന്നെങ്കിൽ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്ക്. ഇടത്തുനിന്ന് വരുന്ന പ്രശ്നം എന്തോ ആവട്ടെ, വലത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, മുമ്പിൽ നിന്ന് വരുന്ന പ്രശ്നം എന്തോ ആവട്ടെ, അസ്വസ്ഥപ്പെടുത്തുന്നോ? നീ അസ്വസ്ഥപ്പെടുത്തുകയില്ല. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവൻ നീ നോക്കി നിൽക്ക്. അസ്വസ്ഥതകൾ നിന്നെ വാഴുകയില്ല. നീ സ്വീകരിച്ചിരിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ ഈശോയെ ക്രൂശിൽ എല്ലാം നിവർത്തീകരിച്ച പ്രവൃത്തി നീ അറിഞ്ഞതുകൊണ്ട് അസ്വസ്ഥതകൾ നിന്നെ പിന്തുടരുകയില്ല. സ്നേഹം നിന്നെ പിന്തുടരും. ആ സ്നേഹത്തെ നമുക്ക് നോക്കി ഒന്ന് വിളിക്കാം. ഒന്നുകൂടെ ഈശോയെ വിളിച്ച്. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ